ഇന്ന് നമുക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11 the effect of changes in foreign exchange rate. Accounting standard 11 the effect of changes in foreign exchange rate. Write the heading. Accounting standard 11 the effect of changes in foreign exchange rates. So the term related with foreign exchange. So before studying about the accounting standard, kore terms namukku padikkanundu, definition aayittu padikkanundu. So please write important definitions. Important definitions. Important definitions. Write first reporting currency. Reporting currency. Reporting currency. Reporting currency. ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചതനുസരിച്ച് ബ്രാഞ്ച് അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ട് ഫോറിൻ ബ്രാഞ്ച്. ആ ഫോറിൻ ബ്രാഞ്ചിനെ പറ്റി പഠിച്ചപ്പോൾ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ, നോൺ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കറൻസി ട്രാൻസ്ലേഷൻസ് എങ്ങനെയാ, എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്താ ചെയ്യുന്നത്, ഇതെല്ലാം ബ്രാഞ്ച് അക്കൗണ്ട്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന്റെ നിയമം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11 അനുസരിച്ചാണ് ചെയ്തത്. അതെന്തെന്ന് വ്യക്തമാക്കുന്ന കുറെ പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ റിപ്പോർട്ടിംഗ് കറൻസിയെ പറ്റി പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് എവിടെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ട കൺട്രി ഏതാണോ ആ കൺട്രിയാണ് റിപ്പോർട്ടിംഗ് കറൻസി എന്ന് പറയുന്നത്. സപ്പോസ് ഇൻ ഇന്ത്യ ദ കറൻസി ഈസ് റുപ്പീസ്. അപ്പൊ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് നമുക്ക് വിദേശത്തുള്ള ഫോറിൻ ബ്രാഞ്ചുകളാണ്. അമേരിക്കയിൽ നമുക്ക് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിന്റെ ഡോളറിലുള്ള ഫിഗറുകൾ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എവിടെയാണോ ഹെഡ് ഓഫീസ്, നമ്മൾ ബ്രാഞ്ചുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് അങ്ങനെയാണ്, എവിടെയാണോ ഹെഡ് ഓഫീസ് അതാണ് റിപ്പോർട്ടിംഗ് പ്ലേസ്. ആ സ്ഥലത്തെ കറൻസിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും ട്രയൽ ബാലൻസിന്. റൈറ്റ്, അതാണ് റിപ്പോർട്ടിംഗ്. എവിടെയാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത് ആ സ്ഥലത്തെ കറൻസിയാണ് റിപ്പോർട്ടിംഗ് കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. റിപ്പോർട്ടിംഗ് കറൻസി, കറൻസി ഓഫ് കൺട്രി. റൈറ്റ് ദ നോട്ട്. കറൻസി ഓഫ് കൺട്രി, currency of country where financial statements are reported, where financial statements are reported, where financial statements are reported, comma, is called reporting currency, is called reporting currency. നോക്കിക്കേ, മനസ്സിലാവുമോ? currency of country where financial statements are reported, currency of country where financial statements are reported. Financial statements അറിയാമല്ലോ, are reported, is called reporting currency. അപ്പൊ റിപ്പോർട്ടിംഗ് കറൻസി ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ എന്തായിരിക്കും? ഇന്ത്യൻ റുപ്പി ആയിരിക്കും നമ്മുടെ റിപ്പോർട്ടിംഗ് കറൻസി എന്ന് പറയുന്നത്. അമേരിക്കയിലാണെങ്കിൽ US ഡോളർ, ഓസ്ട്രേലിയയിലാണെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ, ലണ്ടനിലാണെങ്കിൽ പൗണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലെ കറൻസിയുടെ പേരുകൾ അനുസരിച്ചായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. റൈറ്റ്. ഫോറിൻ കറൻസി, ഫോറിൻ കറൻസി റിപ്പോർട്ടിംഗ് കറൻസി അല്ലാത്ത എല്ലാം ഫോറിൻ കറൻസിയാണ്. റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദേശത്തുള്ള കറൻസികളെല്ലാം ഫോറിൻ കറൻസി എന്നാ പറയുന്നത്. ഡോളറുകളെയും പൗണ്ടുകളെയും എല്ലാം നമ്മൾ ഫോറിൻ കറൻസി എന്നാ പറയുന്നത്. Right. Currency other than reporting currency is called foreign currency. Currency other than reporting currency is called foreign currency. Foreign currency. Foreign currency. Okay. Now write exchange rate. നമ്മൾ ഫോറിൻ കറൻസിയെ റിപ്പോർട്ടിംഗ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന റേറ്റിനെയാണ്
ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് അറ്റ് വിച്ച് ഫോറിൻ കറൻസി ഈസ് കൺവേർട്ടഡ് ഇൻ ടു റിപ്പോർട്ടിംഗ് കറൻസി. റേറ്റ് അറ്റ് വിച്ച് foreign currency is converted into a reporting currency. Reporting currency. നേരെ മറിച്ചു ആകാം. റിപ്പോർട്ടിംഗ് കറൻസി ഏത് റേറ്റിലാണോ ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അതുമാകാം. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സ്ചേഞ്ച് റേറ്റ്. ദെൻ പ്രധാനപ്പെട്ടായി വരുന്ന മറ്റു രണ്ട് വാക്കുകളാണ് മോണിറ്ററി ഐറ്റംസ്. മോണിറ്ററി ഐറ്റംസ്. റൈറ്റ് ദ ഹെഡിങ് മോണിറ്ററി ഐറ്റംസ്. Right. Monetary items are money held. Monetary items are money held and assets and liabilities to be received. Assets and liabilities to be received. To be received or paid in fixed or determinable amount of money. Determinable. DETERMINABLE. Determinable amount of money. Determinable amount of money. So what is monetary item? Money held. What is held by you? Cash in hand. Money held. Cash at bank. That is called money held. Then or money held and money and assets and liabilities to be received or payable or paid in fixed or determinable amount. നമുക്കറിയാം ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ എന്തുണ്ടാകും? ഡെറ്റേഴ്സ് ഉണ്ടാകും. ക്രെഡിറ്റ് പർച്ചേസസ് വരുമ്പോൾ സപ്ലയേഴ്സ് വരും. ക്രെഡിറ്റേഴ്സ് ഇവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഡിറ്റർമൈനബിൾ എമൗണ്ട് ആണ്. എത്രയാണ് നമ്മൾ കടം വാങ്ങിച്ചത്, എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ചത്, ദാറ്റ് ഈസ് റിമെയിൻ കോൺസ്റ്റന്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ എന്താണോ പറയുന്നത് അത് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഡിറ്റർമൈനബിൾ എമൗണ്ട് ഈസ് ഫിക്സഡ്. അപ്പം റെസീവബിൾസ്, ട്രേഡ് പേയബിൾസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ലോൺ ടേക്കൺ, അപ്പൊ ഇതെല്ലാം പ്രീ ഡിറ്റർമൈൻഡ് ആണ്. എത്രയാണോ കൊടുക്കേണ്ടത് അത് കൊടുത്തേ മതിയാകുള്ളൂ. മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതല്ല. വാല്യൂ ചേഞ്ച് ചെയ്യാതെ ഫിക്സഡ് ആയിരിക്കുന്ന ഐറ്റത്തിനെയാണ് മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നതിൽ മോസ്റ്റ് വൺ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതുപോലെ തന്നെ ഡിപ്പോസിറ്റ്സ്, ഓക്കെ, അതുപോലെ തന്നെ ഡെറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബിൽസ് റിസീവബിൾ. That is called a trade receivable and trade payables. Long term loans. ഇതെല്ലാം മെച്ചൂരിറ്റി പീരീഡിൽ കൊടുക്കേണ്ട എമൗണ്ടുകൾ കൊടുത്തേ മതിയാവുള്ളൂ. ബാങ്കിന് കിട്ടേണ്ട ഡിപ്പോസിറ്റുകൾ നമുക്ക് കിട്ടിയേ മതിയാവുള്ളൂ. സോ ദ വാല്യൂ ഇസ് ഫിക്സഡ് ദർ. ഫിക്സഡ് അല്ലാത്തതാണ് നോൺ മോണിറ്ററി അസറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറയുന്നത്? അത് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് മാറാവുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോൺ മോണിറ്ററി അസറ്റ്സ് എന്ന് പറയുന്നത്. ഇൻവെന്ററി, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സ്, ടാഞ്ചിബിൾ അസറ്റ്സ് എല്ലാം നോൺ മോണിറ്ററി ഐറ്റംസ് ആണ്. റൈറ്റ്. നോൺ മോണിറ്ററി എക്സാമ്പിൾ കൂടെ എഴുതിക്കോ. ക്യാഷ്, റിസീവബിൾസ് ആൻഡ് ട്രേഡ് പേയബിൾസ്. ക്യാഷ്, റിസീവബിൾസ് ആൻഡ് പേയബിൾസ്, ലോൺ, ഇതെല്ലാം മോണിറ്ററി ഐറ്റംസ് ആണ്. Then non-monetary items. Right. Non-monetary items are assets and liabilities other than monetary items. Very good answer. Monetary items അല്ലാത്തതെല്ലാം നോൺ മോണിറ്ററി ആണ്. നോൺ മോണിറ്ററി items are assets and liabilities other than monetary items. Other than monetary items. Examples: fixed asset, inventories, investment in equity shares, investment in equity shares, investment in equity shares, investment in equity shares. Now write foreign operations. Foreign operations. Foreign operations ഉണ്ടെങ്കിൽ മാത്രമേ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിക്ക് എന്തെങ്കിലും ട്രാൻസ്ലേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരുള്ളൂ. നമ്മൾ നോക്കുന്നത് തന്നെ
ഫോറിൻ ഓപ്പറേഷൻസ് എവിടെയാണ്? ഫോറിൻ ഓപ്പറേഷൻസ് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥലങ്ങളില്ല, റിപ്പോർട്ടിംഗ് കറൻസി അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് അല്ലാത്ത സ്ഥലത്തുള്ള ഓപ്പറേഷൻസിനെയാണ് വി ആർ കോൾഡ് ഫോറിൻ ഓപ്പറേഷൻസ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഹോൾഡിംഗ് കമ്പനിയാണ്, ആ കമ്പനിക്ക് വിദേശത്തെ പല സബ്സിഡറി കമ്പനികൾ കാണും. അതുപോലെ തന്നെ നമുക്ക് ജോയിന്റ് വെഞ്ചർ കാണും വിദേശത്ത്, നമുക്ക് അസോസിയേറ്റ്സ് കാണും വിദേശത്ത്, ബ്രാഞ്ചുകൾ കാണും വിദേശത്ത്. അങ്ങനെ വിദേശത്ത് നടക്കുന്ന ഓപ്പറേഷൻസിനെയാണ് ഫോറിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. റൈറ്റ് നോട്ട് ഫോറിൻ ഓപ്പറേഷൻസ്. Operational activities conducted in a country other than the country of the reporting enterprises by the reporting enterprises. ആരാണ് ഈ ഫോറിൻ ഓപ്പറേഷൻസ് നടത്തുന്നത്? By the reporting enterprises. So please once more നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. Operational activities conducted in a country other than the country of the reporting enterprises by the reporting enterprises. റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസിന്റെ അല്ലാത്ത സ്ഥലങ്ങളിൽ നടക്കുന്ന ഓപ്പറേഷൻസ് അത് നടത്തുന്നത് ആരാ? റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഫോറിൻ ഓപ്പറേഷൻസ്. സോ ഫോറിൻ ഓപ്പറേഷൻസ് ആർ ഡൺ ബൈ റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് other than reporting enterprises is called foreign operations. You know foreign operations. ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡി ഫോറിനിൽ ഉണ്ടാകാം, സബ്സിഡി കമ്പനി. അതുപോലെ തന്നെ ജോയിന്റ് വെഞ്ചർ ഉണ്ടാകാം, ബ്രാഞ്ചുകൾ ഉണ്ടാകാം, ഡിപെൻഡന്റ് ബ്രാഞ്ച് ഓർ നോൺ ഡിപെൻഡന്റ് ബ്രാഞ്ച്. യു നോ ദാറ്റ്. സോ ദീസ് ആർ കോൾഡ് ഫോറിൻ ഓപ്പറേഷൻ. സോ ഫോർ അക്കൗണ്ടിംഗ് പർപ്പസസ്, പ്ലീസ് റൈറ്റ്. സോ ഫോർ അക്കൗണ്ടിംഗ് പർപ്പസസ് branches foreign operations can be divided into two. Foreign operations can be divided into two. For the accounting purposes, foreign operations can be divided into two. One, integral operations. Integral foreign operation. INTEGRAL. Integral foreign operations. Integral foreign operation. Integral foreign operation. രണ്ട്, non-integral foreign operation. Non-integral foreign operation. Integral foreign operation and non-integral foreign operation. Integral foreign operation എന്ന് പറഞ്ഞാൽ, right, please write the heading. Integral foreign operation is a foreign operation, comma, the activities of which are an integral part of those of the reporting enterprises. That means integral part എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമായി മാറുക ഫോറിൻ ഓപ്പറേഷൻസ്. The entire activities in foreign countries are controlled by the reporting enterprises. Then that foreign operations forming part of integral part of the reporting enterprises. That is why it is called integral foreign operations. So other operations other than integral is called non-integral operations. കുറച്ചുകൂടി വ്യക്തമായി പറയണമെങ്കിൽ ഡിപ്പെൻഡന്റ് ആണ് ഈ ഇന്റഗ്രൽ ഓപ്പറേഷൻസ്. ഫോറിനിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് എന്നുള്ള ഡയറക്ഷൻ വഴിയായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസിന്റെ എല്ലാ കാര്യങ്ങളും അറിയേണ്ടത് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് ആണ്. ഫോറിൻ ഓപ്പറേഷൻസിന്റെ എല്ലാം.
നോൺ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ അവർക്ക് നമുക്ക് അത്രയും ഇത് കാണില്ല, ഓൺലി ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ കാണുകയുള്ളൂ. റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് വിൽ ഇൻവെസ്റ്റ് ഇൻ നോൺ ഇന്റഗ്രൽ ഓപ്പറേഷൻസ്. പ്രത്യേകിച്ച് ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് കാണുകയല്ല, ഇൻഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ നോൺ ഇന്റഗ്രൽ ഓപ്പറേഷൻസ്. നമ്മളിത് ബ്രാഞ്ച് അക്കൗണ്ട്സിൽ പഠിച്ചപ്പോൾ ഇന്റഗ്രലും നോൺ ഇന്റഗ്രലുമായിട്ടുള്ള കണക്കുകൾ പറഞ്ഞു തന്നു ഞാൻ. അപ്പൊ അത് തന്നെ ഇവിടെയും പറഞ്ഞു തരാനായിട്ടുണ്ട്. സോ ഫോറിൻ ഓപ്പറേഷൻസ് ആർ ഡിവൈഡഡ് ഇൻടു ടു: ഇന്റഗ്രൽ ഓപ്പറേഷൻ ടു നോൺ ഇന്റഗ്രൽ ഓപ്പറേഷൻസ്. Integral operation and to non-integral operations. Okay. Now monetary items. നമ്മൾ integral operation കഴിഞ്ഞൊരു trial balance വന്നാൽ that is to be translated into Indian currency or reporting currency. So all foreign operations are to be translated into a reporting currency. In such a case, monetary items, you know, monetary items are money held or value determinable is fixed, that is trade receivable, trade payables, loan, cash at hand, cash at bank. These all assets are valued at closing rate. Okay. Then non-monetary items, adine namukku rendayitte classify cheyam: fixed assets and long-term investments recorded at historical cost. Recorded at historical cost means the rate at which the date of acquisition, ഏത് ഡേറ്റിലാണോ നിങ്ങൾ അക്വയർ ചെയ്ത് ആ റേറ്റിലെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണ് നോൺ മോണിറ്ററി ഐറ്റത്തിൽ ഫിക്സഡ് അസറ്റ്സ് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വാങ്ങിച്ച ഡേറ്റ് എത്രയാണോ നിങ്ങളുടെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്, ആ റേറ്റിൽ വേണം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഫിക്സഡ് അസറ്റിനെ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ്, ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ദ ഒറിജിനൽ കോസ്റ്റ് അറ്റ് വിച്ച് ദ അസറ്റ് ഈസ് അക്വയർഡ്. സോ ദ റേറ്റ് on which date the asset is acquired, that rate is to be applied for converting fixed assets into the reporting currency. Am I right? Then others, closing rate. Other assets, closing rates. Other than tangible assets are converted at closing rates. In non-integral system, all monetary and non-monetary items are converted into closing rate. ഇനി നിങ്ങൾ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് എഴുതാൻ റവന്യൂ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, റവന്യൂ ഐറ്റം ഷുഡ് ബി ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റഡ് അറ്റ് ആവറേജ് റേറ്റ്. ഓപ്പണിംഗ് റേറ്റും ക്ലോസിംഗ് റേറ്റും തന്നാൽ നമ്മൾ അതിന്റെ ആവറേജ് എടുത്തിട്ട് ആവറേജ് റേറ്റിലാണ് റവന്യൂ ഐറ്റംസ്, പർച്ചേസസ്, സെയിൽസ്, എക്സ്പെൻസസ്, ഇൻകംസ് ഇതെല്ലാം കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ആവറേജ് റേറ്റ് അത് നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ആക്ച്വൽ. ഓക്കെ, അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് ബാലൻസ്, ആക്ച്വൽ എമൗണ്ട്. യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ടിംഗ് കറൻസിയുടെ വാല്യൂ തന്നെയായിരിക്കും അവിടെ എഴുതേണ്ടത്. റൈറ്റ്? എന്നിട്ട് the exchange difference in integral operations are charged to P&L account. If the exchange difference, sometimes exchange difference debit balance agam, that is called exchange loss. If it is credit balance, that is called exchange difference income. So exchange difference, either income or expenses, it is charged to P&L account. So exchange difference can be treated as income or expense. Am I right? So you can write the exchange difference can be recognized as income or expenses and charged off to P&L account. Okay, but in non-integral system, the exchange difference translated to foreign currency translation reserve. The exchange difference transferred to foreign currency translation reserve. Please write exchange difference in non-integral operation transferred to foreign currency translation reserve. അത് നോട്ട് ടു റിസർവ്സ് ആൻഡ് സർപ്ലസിലായിരിക്കും കാണിക്കുക. നോട്ട് ടു റിസർവ്സ് ആൻഡ് സർപ്ലസിലായിരിക്കും കാണിക്കുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഞാൻ ഈ കൺവേർട്ട് ചെയ്യുന്നതിൽ തന്നെ പുതിയൊരു നിയമം
മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് മീൻസ് കമ്പനി മാനേജ്മെന്റ് നോക്കുന്ന മിനിസ്ട്രി. ആ മിനിസ്ട്രി കൊണ്ടുവന്നുകൊണ്ട് തന്നെ കമ്പനികളാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. അവർക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട്. അതായത് ലോങ് ടേം മോണിറ്ററി ഐറ്റംസ്. ലോങ് ടേം മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കമ്പനികൾക്ക് ഹ്യൂജ് എമൗണ്ട് ഫിക്സഡ് അസറ്റുകളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ലോൺ എടുക്കണം. അതിന്റെ റീപേയ്മെന്റ് പീരീഡ് വിത്തിൻ 1 ഇയറിൽ ഒതുങ്ങുന്നതല്ല, ലോങ് ടേമിലായിരിക്കും. 3 or 4 or 5 years ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലോങ് ടേം ലോണിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന എക്സ്ചേഞ്ച് ഡിഫറൻസുകളെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അത് ഡിപ്രീസിയബിൾ അസറ്റ് ആണെങ്കിൽ ദ എക്സ്ചേഞ്ച് ഡിഫറൻസ് അസറ്റിന്റെ വാല്യൂവില് ക്യാപിറ്റലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് കുറയ്ക്കാം. If exchange loss, it can be added to capital assets and depreciation അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ ഇയർ അനുസരിച്ച് സിസ്റ്റമാറ്റിക് മാനറിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അത് നോൺ മോണിറ്ററി ലോങ് ടേം മോണിറ്ററി ഐറ്റംസ് എന്നുള്ള അതല്ല എങ്കിൽ അതൊരു മറ്റ് അക്കൗണ്ടിലേക്ക് അതർ അസറ്റ്സിന് ഡിപ്രീസിയബിൾ അല്ലാത്ത അസറ്റിന് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി അമോർട്ടൈസ് ചെയ്ത് കൊണ്ടുപോകാം ഓരോ ഇയറിലേക്കും. So write that note also. Write the heading exchange difference on long term foreign currency monetary items. Exchange difference on long term foreign currency monetary items. Bracketil എഴുതുക. Paragraph 46A. Paragraph 46A in Accounting Standard 11. Paragraph 46A in Accounting Standard 11. പുതിയതായി അഡോപ്റ്റ് ചെയ്തതാണ് 46A. Right. If the exchange difference related to the acquisition of depreciable asset. If the exchange difference related to the acquisition of the depreciable asset, comma, the same will be added or deducted. The same will be added or deducted from the cost of the assets. From the cost of the assets and depreciated over the remaining life of the asset. Right? If the exchange difference related to the acquisition of depreciable asset, the same will be added or deducted from the cost of the asset and amortized അല്ലെങ്കിൽ depreciated over the remaining life of the asset. എനിക്ക് 5 ലക്ഷം രൂപയുടെ അസറ്റും 1 ലക്ഷം രൂപയുടെ ലോണും ഉണ്ടെങ്കിൽ ആ ലോണിന്റെ ഓരോ ഇയറിലും ഉണ്ടാകുന്ന ഫോറിൻ കറൻസി ഡിഫറൻസ് എനിക്ക് അസറ്റിന്റെ വാല്യൂവിലേക്ക് ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ ചെയ്യാം. എന്നിട്ട് ഓരോ ഇയറിലെയും റിമൈനിങ് ലൈഫ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. വൺ മോർ, ഈ ഡിപ്രീസിയബിൾ അസറ്റ് അല്ലാത്തതിനെ അതർ അസറ്റ്സ് എന്നോ അതർ ദാൻ ഡിപ്രീസിയബിൾ അസറ്റ്സ് എന്ന് പറയും. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കണം. റൈറ്റ്. ഇഫ് exchange differences related to other assets, രണ്ടാമത്തെ പോയിന്റ് ആണ്. Please write the second point. If exchange difference related to other assets, comma, the same shall be transferred into inverted comma start ചെയ്യുക. Foreign currency monetary items. Foreign കറൻസി ഓരോ വാക്കും ക്യാപിറ്റൽ ലെറ്ററിൽ വരണം. ഫസ്റ്റ് ലെറ്റർ എഴുതാൻ ഫോറിൻ, എഫ് ക്യാപിറ്റൽ ലെറ്റർ, കറൻസി സി ക്യാപിറ്റൽ ലെറ്റർ,
foreign currency, monetary, M capital letter, monetary items, I capital letter, foreign currency, monetary items, translation, T capital letter, translation difference, D capital letter, translation difference account, A capital letter. Inverted comma close ചെയ്യുക. I will repeat. Foreign currency, monetary items, translation difference account. Translation difference account. ബ്രാക്കറ്റിൽ അതിന്റെ ഷോർട്ട് ഫോം എഴുതുക. FCMITDA in block letter. Foreign currency, monetary items, translation difference account. Foreign currency, monetary items, translation difference accounts like matum, and will be amortized over the balance period, and will be amortized over the balance period of such long-term monetary asset, over such a long-term monetary asset or liability by recognizing as income or expense, by recognizing as income or expenses, by recognizing income or expenses. The effect of changes in foreign exchange rate ഒരു പോർഷനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇനിയും കൂടുതൽ പോർഷൻസ് പഠിപ്പിക്കാനായിട്ടുണ്ട്. ഇന്ന് പഠിപ്പിച്ചതിന്റെ അത്രയും ഭാഗത്തെ കുറച്ച് കണക്കുകൾ നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്കിത് പൂർണ്ണമായും തീർക്കാം. അപ്പോൾ കുറച്ച് കണക്കുകളുണ്ട്. സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്യുന്ന കണക്കുകളിലേക്ക് ഞാൻ വരാം. സോ പ്ലീസ് ഇലസ്ട്രേഷൻ 1 എടുക്കുക. ഇലസ്ട്രേഷൻ 1 page number 3.103 in new study material. 3.103 illustration 1. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണെങ്കിലും നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. illustration 1, classify the following items as monetary and non-monetary items. You know monetary items and non-monetary items now. I am not going to explain. Inventories, whether the value is fixed or value is determinable amount. No. So inventory is non-monetary item. Trade receivable, yes. The amount receivable is so determined. So that is monetary items. Investment in equity shares, the value will change. Property, plant and equipment, the value will change. So these are all non-monetary items. The answer is given there. Inventory non-monetary, trade receivable monetary, investment in equity shares non-monetary, property, plant and equipment non-monetary. Now read illustration 2. Goods purchased on 1/1/2011 for $15,000. The exchange rate per dollar is equal to 75. So goods purchased on 1/1/2011. You please write the note. ഒരു journal entry വരയ്ക്കാനായിട്ട് ഒരു journal വരയ്ക്കുക. Particulars, date, particulars, debit, credit. Okay. Write in the date column 1/1/2011. When goods purchased, entry purchases account debted to creditors. Please write the entry purchases account debted to creditors. Converted, initial recognition എപ്പോഴും വാങ്ങിച്ച ഡേറ്റില് ആണ് റെക്കോർഡ് ചെയ്യുക. വാങ്ങിച്ച ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. വാങ്ങിച്ച ഡേറ്റ് 1/1/2011 എക്സ്ചേഞ്ച് റേറ്റ് എത്രയാ? 75. That is called initial recognition at initial date, opening date 75. അപ്പൊ 15,000 into 75, 15,000 US dollar into rupees 75, you will get 11,25,000. Am I right? 11,25,000. 11,25,000. 11,25,000. Okay. In the entry into the purchases account debted to creditors.
Then the closing date is 31st March. That means after 3 months we have to close the accounts, because the accounts are closed on 31st March. You are required to ascertain loss or gain to be recognized for financial year ended 31st March 2011 and 31st March 2012. Now we are going to close our books of accounts on 31st March 2011. What is the rate there? 74. Definitely the creditors value will increase. Our liability is so determined. It's a monetary item. Creditors. About 75 ഇപ്പോൾ എത്രയായി? 74 ആയി. ഡോളറിൽ 1 രൂപ കുറഞ്ഞു. ഇന്ത്യൻ റുപ്പിയിൽ 1 രൂപ കുറഞ്ഞു. 74 rupees ആയി. അപ്പോൾ 15,000 into 74 എത്ര വരുമെന്ന് നോക്കുക. 11,10,000 വരും. അല്ലെങ്കിൽ എളുപ്പമാർഗം പറഞ്ഞാൽ $15,000 1 രൂപ വെച്ചുള്ള ഡിഫറൻസ് എത്രയാ? 15,000. Okay, $15,000 into 1 rupee, 15,000. Creditors in the value korayumo kudumo. The creditors value will decrease by ₹1 amount. Am I right? 75 now decreased it to 74. So the entry is creditors liability ആണ്, അത് reduce ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? Debit ചെയ്യണം. So the entry is creditors account debtor. Write the second entry on 31/3/2011. On the date column you write please 31/3/2011 and write the entry creditors account debtor to exchange difference. Creditors account debtor to exchange difference. How much? 15,000 into ₹1, 15,000. 15,000 into ₹1, 15,000. Am I right? 15,000. Okay. Now same date you have to close the exchange difference to the P&L account. Remember that point. At every year end, the difference in exchange, the balance difference in exchange should be transferred to profit and loss account. Here the exchange difference shows a gain. Why? The liability is decreased, that will get a gain to you. Am I right? Definitely. Exchange difference now closed it to which account? P&L account. Exchange difference ഇപ്പോൾ ഏത് ബാലൻസ് ആ? ക്രെഡിറ്റ് ആണ്. സെക്കൻഡ് എൻട്രിയിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സ്ചേഞ്ച് ഡിഫറൻസ് ആ. അത് ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എങ്ങനെ വരും? എക്സ്ചേഞ്ച് ഡിഫറൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു P&L അക്കൗണ്ട് ഓൺ സെയിം ഡേറ്റ് 31/3/2011. എക്സ്ചേഞ്ച് ഡിഫറൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു P&L അക്കൗണ്ട്. കറക്റ്റ്. ഇനി നമ്മുടെ ഡേറ്റ് ഓഫ് ആക്ച്വൽ പേയ്മെന്റ് ആ. അന്നത്തെ കറൻസി 73. Again credit is reduced by 1 rupee for $15,000. That comes to 15,000 itself. Am I right? So again on 7/7/2011 you can write one more entry. Exchange difference account debtor, sorry, creditors account debtor to exchange difference 15,000. Creditors account debtor to exchange difference 15,000. 15,000. Creditors account debtor to exchange difference 15,000. 15,000. ആ ഡേറ്റിൽ എന്ത് നടക്കണം? പേയ്മെന്റ് നടക്കണം. ആ ഡേറ്റിൽ പേയ്മെന്റ് നടക്കണമെങ്കിൽ അന്നത്തെ ഡോളർ എത്രയാ? 73. 15 sorry, Indian currency 73. Dollar 15,000 into 73. 15,000 into 73. 15,000 into 73. That comes to 10,95,000. 10,95,000 is the amount payable to creditors. Am I right? So please write the next entry on same date 7/7/2011. Entry creditors account debtor. Creditors account debtor. Creditors account debtor to bank 10,95,000. 10,95,000. Okay. On 31/3/2012, am I right? On 31/3/2012, that is the closing date of the next accounting year. You have to close the exchange difference of 15,000 again to the P&L account. Here it is also the gain. Exchange difference is gain. So the entry comes to exchange difference account debtor to P&L account. Exchange difference account debtor to P&L account.
exchange difference account debtor to P&L account. നമുക്ക് problem കൂടെ നോക്കാം. Illustration 3. Kalim Limited borrowed US dollar 4,50,000 on 1/1/2011, which will be repaid as on 31/7/2011. So definitely this is a short-term monetary liability. Kalim Limited prepared financial statement ending on 31/3/2011. Rate of exchange between reporting currency and foreign currency US dollar on different dates are given. So initial stage you have to write the entry for borrowing. On that date, $1 is equal to Indian rupee 48. So loan amount is 4,50,000 US dollar. So you 4,50,000 US dollar multiplied by 45, then you will get 2 crore 16 lakhs. 2 crore 16 lakhs. So the first entry comes in 2011 January 1st. Bank account debtor to foreign currency loan account. Foreign currency loan account. നിങ്ങളുടെ ബുക്കിൽ foreign loan എന്നേ ഉള്ളൂ. Foreign currency loan account എന്ന് എഴുതണം. Foreign currency loan account 2 crore 16 lakhs. അത് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചേക്കുക 4,50,000 into 48. Now on March 31st, that is the closing date. That is the importance of closing date. Reporting currency initially നമ്മൾ ഇനിഷ്യൽ ഡേറ്റിൽ അതായത് റെക്കോർഡഡ് ഡേറ്റിൽ അന്നത്തെ റേറ്റ് വെച്ച് എഴുതണം. പിന്നെ മാർച്ച് 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ അന്നത്തെ റേറ്റ് വെച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ആ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ ഇൻക്രീസ്ഡ് ബൈ 1. കഴിഞ്ഞ കണക്ക് പോലെയല്ല. ഹിയർ ദ ലോസ് ആണ് വരുക. വാല്യൂ ഈസ് ഇൻക്രീസ്ഡ്. സോ വി ഹാവ് ടു പേ മോർ. Liability is increased. Liability ഏത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസാ. Liability decrease ചെയ്യുവാണെങ്കിൽ ഡെബിറ്റ് ചെയ്യാം. Liability increase ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. So that entry is exchange difference account debtor, foreign exchange difference account debtor to foreign currency loan account. Foreign currency loan account. എത്ര രൂപ ഡിഫറൻസ് ഉള്ളൂ? 1. 4,50,000 into 1. 4,50,000 into 1. That comes to 4,50,000. That means loan amount is increased by 4,50,000. Am I right? So that is on closing date of March 31st, 2011. So the difference, exchange difference is transferred to P&L account. We have to write that entry also. നമ്മുടെ ബുക്കിൽ അതില്ല എങ്കിലും നമ്മൾ അത് എഴുതണം. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ്. എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്ത് ചെയ്യും? Here the exchange difference is gain or loss. Here the exchange difference is loss. So it is closely to profit and loss account debit side. Entry P&L account debtor to foreign exchange difference. P&L account debtor to foreign exchange difference 4,50,000. Okay. Now on 31/7/2011, date of payment. The dollar is 49.50, rupee is 49.50, 0.50 is increased. So again write 4,50,000 into 0.50, that comes to 2,25,000. Again loan amount is increased by 2,25,000. Entry foreign exchange difference account debtor to foreign exchange difference account debtor to foreign currency loan account. Foreign currency loan account 2,25,000. 2,25,000. Same date you have to write the entry for payment. ഇപ്പൊ ഫോറിൻ കറൻസി ലോണിന്റെ എമൗണ്ട് എത്ര വരും ആലോചിച്ച് നോക്കണം. 2 crore 22,75,000 വരും. നേരത്തെ 2 crore 16 lakhs എടുത്ത ലോണാണ്. Now on date of payment it is increased to 2,20,000. 2 crore 20,50,000. Am I right? So the entry foreign currency loan account debtor to bank 4,50,000 into 49.50. 4,50,000 into 49.50. That comes to 2 crore 22,75,000. Okay, being the loan amount repaid. Then 31/3/2012. 31/3/2012. You have to close the exchange difference to P&L account. Write one more entry on that date. Entry P&L account debtor to foreign exchange loss. P&L account debtor to foreign exchange loss.
ഓക്കെ, P&L account related to foreign exchange laws. ഇതിന്റെ പ്രധാനപ്പെട്ട പോർഷനുമായി അടുത്ത ക്ലാസ്സിൽ ഞാൻ വരും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തിയററ്റിക്കലും പ്രോബ്ലവും ഒക്കെ ചെയ്യാം. അതുവരേക്കും വണക്കം പറയുന്നു.